നമസ്കാരം. കൗമുദി ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ഇപ്പോൾ നമ്മൾ ഇതേ പുട്ടിലാണല്ലോ ഇരിക്കണം. ഇവിടെ നല്ലൊരു പുട്ട് ഓർഡർ ചെയ്തിട്ട് അതിൽ തുടങ്ങാം. നമുക്ക് നല്ല ടേസ്റ്റ്. അത് നല്ല ഐഡിയ ആണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് പുട്ട് വിഴുങ്ങിയാൽ പോരെ? പുട്ടടിച്ചാൽ പോരെ? പുട്ടടിച്ചാൽ പോരെ. കാരണം ഇവിടെ സാധാരണഗതിയിൽ ഞങ്ങൾ സംസാരത്തിന് ശേഷമാണ് ഭക്ഷണം കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള. അല്ല, കട്ടപ്പനയിലെ ഋത്തിക് റോഷന്റെ പുട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറയുന്ന പുട്ടുണ്ട്. പിന്നെ ഏതാ? സിസ്ലേഴ്സ്. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ സിസ്ലേഴ്സ് എന്ന് വെച്ചിട്ട് അത് കട്ടപ്പനയിൽ അഭിനയിച്ച എല്ലാവർക്കും ഫ്രീ ആയിട്ടല്ല. ഇല്ലല്ലേ? അല്ലല്ല, അത് വിട്ടേക്കല. ഒരു പുട്ടിന് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെടണം. സാറിന് സംസാരം കഴിഞ്ഞിട്ടാണ് ഇവിടെ പുട്ടടിക്കുന്നത് അല്ലേ? അതെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു റൈറ്റേഴ്സിന് ഈ കട്ടപ്പനയിലെ ഋതിക് റോഷൻ്റെ ഇപ്പോൾ ഏകദേശം 50 ദിവസം നമ്മൾ വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും തിയേറ്ററുകളിൽ നല്ല നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? വിഷ്ണു, നീ പറ. അല്ലേ, ഇവൻ നായകൻ അർമാദിക്കുകയാണ്. എല്ലാ തിയേറ്ററുകളായ തിയേറ്റർ, വീടുകളായ വീടുകൾ എല്ലാം കയറി ഇറങ്ങി വീടുകളിൽ കയറി സെൽഫി കൊടുക്കുന്നുണ്ട്. നല്ല ഈ കാണാൻ കൊള്ളാവുന്ന. അതല്ലേ മുമ്പൊക്കെ നമ്മള് നമ്മുടെ ബന്ധുക്കളുടെ കൂട്ടുകാരൊക്കെ വീട്ടിൽ പോകണമെന്ന് വെച്ചാൽ അതേപോലെ പോയിട്ട് ഇങ്ങോട്ട് പോരല്ലേ. അപ്പൊ ഇപ്പൊ ചെന്ന് കഴിയുമ്പോൾ ഒരു സെൽഫി എടുത്തിട്ട് വിത്ത് ഋതിക് റോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇടുമല്ലോ. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ 2-3 നേരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ക കണ്ടിട്ട് മെസ്സേജ് അയച്ചേക്കണേക്ക് ഇപ്പൊ കോളേജ് ഇന്നോവേഷനൊക്കെ നിർത്തിയിട്ട് വീട് അതൊരു കയറി ഇറങ്ങാൻ തുടങ്ങിയല്ലേ. നീ കണ്ടില്ലായിരുന്നു അത്? ഇല്ലിക്ക, വേറൊരു കാര്യം കേൾക്കണോ? ഇവന്റെ വേറൊരു ജാടത്തരം കേൾക്കണോ കേക്ക്. എയർപോർട്ടിൽ ചെന്നപ്പോ കാബിലിന്റെ സിനിമയുടെ ഒറിജിനൽ ഋതിക് റോഷന്റെ ഫോട്ടോ ഇത് വെക്കണം. ഇവൻ എന്നോട് ഇതാരാ, ആ ഋതിക് റോഷൻ ആരാന്ന് ഇവൻ എന്നോട് അത്രക്ക് തമാശ പറഞ്ഞാണ്. ആണോ? പിന്നെ കാര്യമായിട്ട് എങ്ങനെയാണ് ഇപ്പം ഓഡിയൻസിന്റെ പ്രതികരണം എങ്ങനെയുണ്ട് നിന്നെ കാണുമ്പോൾ? ആൾക്കാർ പഴയ പോലെ തെറി പറയാറുണ്ട്? അതൊന്നുമില്ല. അല്ല, ഇപ്പൊ എല്ലാരും പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ വന്ന് സംസാരിക്കും, പടം കണ്ട് കൊള്ളാം, അടിപൊളി, നാദൃഷിക്കാരെ അന്വേഷിച്ചെന്ന് പറയണം. അത് അഡീഷണൽ ഇല്ല. അപ്പൊ ഞാൻ പറയും, ഓ പുള്ളി രാഷിക്കായിരുന്നു കണ്ടാ. ഇക്ക, ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇതിനു മുമ്പും ഇക്കനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അമറക് ബ്രന്തോണി ചെയ്യണ സമയത്താണെങ്കിലും ഈ സിനിമയിലായാലും ഇക്കയുടെ കൂടെ ഉള്ള, അതായത് എഴുത്തുകാരായതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ മുഖം, അതായത് എന്നെയൊക്കെ ആളുകൾ തിരിച്ചറിയണത് അത് ഇക്കയുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ, ഇതിലും വലിയ സിനിമകൾ, വലിയ വലിയ എഴുത്തുകാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും എനിക്കും വിഷ്ണുവിനും ഒരു എഴുത്തുകാരെന്ന രീതിയിൽ ഞങ്ങളെ പുറത്ത് പോയിട്ട് തിരിച്ചറിയുന്നത് അത് ഇക്കയുടെ കൂടെ നടക്കണോണ്ടാണ്. അതൊരു വലിയൊരു കാര്യം. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമറക് ബ്രന്തോണിയും ഈ പടവും, അമറക് ബ്രന്തോണി ചെയ്തപ്പോൾ നിങ്ങളെ ശരിക്കും ഞാൻ പ്രൊമോട്ട് ചെയ്തിരുന്നു. അതെ, ഈ പടം ചെയ്തപ്പോഴും പ്രൊമോട്ട് ചെയ്തു, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആദ്യത്തെ സിനിമയുടെ എന്താണ് നാദൃഷ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന 2 പുതിയ എഴുത്തുകാരാണ്. അവരാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്, അവരാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഞാൻ പൊക്കി പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് സത്യത്തിൽ അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പെടലേക്ക് വന്നോട്ടേ വിചാരിച്ചിട്ടാണ്. ബെന്നിപ്പി നേരം വിളിച്ച് പറഞ്ഞില്ലേ റൈറ്റേഴ്സിനെ ഇങ്ങനെ നല്ല രീതിയിൽ. ഞങ്ങളോടും പറഞ്ഞു, നാദൃഷിക്കയുടെ പടം ചെയ്താടാ നിന്റെയൊക്കെ ഭാഗ്യം. കാരണം റൈറ്റേഴ്സിന് ഇത്ര എക്സ്പോഷർ കൊടുത്തൊരു ഡയറക്ടർ വേറെ ഇല്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സംഭവം. പക്ഷേ അത് പടഹിറ്റായി ഞങ്ങളും എല്ലായിടത്തും പറയണ്ടല്ലോ, നാദൃഷിക്കാണ് എല്ലാം എന്ന് പറയണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സിനിമ ചെയ്തപ്പോൾ ആദ്യത്തെ സിനിമ ഹിറ്റായി. അപ്പം രണ്ടാമത്തെ സിനിമയിൽ നിങ്ങളുടെ പേര് കൂടുതൽ പറഞ്ഞതിൻ്റെ ഒരു കാര്യം അത് തന്നെയാണ് അതിൻ്റെ പിന്നിൽ. കാരണം ആദ്യത്തെ സിനിമയിൽ 3-4 നായകന്മാരുണ്ടായിരുന്നു. ആ പടം ഓടി, അത് സൂപ്പർ ഹിറ്റായി. രണ്ടാമത്തെ പടം അതൊരു എങ്ങനെയാണ്, നിങ്ങൾ ആരെ വെച്ചിട്ട് ചെയ്യും എന്നൊക്കെ പറയാനുള്ള ചോദ്യം. രണ്ടാമത്തെ പടമാണ് റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നല്ലേ. അപ്പം ഞാനതിന് പല തമാശകൾ, പല കൗണ്ടറുകളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ പടമല്ല, 3-ാമത്തെ പടമാണ് പിന്നെ ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞുള്ള അങ്ങനെയുള്ള ചെറിയ വന്നുപോയ തമാശകൾ, സിദ്ദിഖ് ലാൽ ഉപയോഗിച്ചാൽ അതേ തമാശകൾ വീണ്ടും നമ്മൾ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
അതിൻ്റെയും പിന്നിൽ ഇത് തന്നെയായിരുന്നു. കാരണം ഇവനാണ് നായകൻ, ഇവൻ നായകനായിട്ട് അഭിനയിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് വലിയ സ്റ്റാർ കാസ്റ്റിംഗ് ഒന്നുമില്ല. എന്താകും സിനിമ എന്നുള്ളതിനെ പറ്റി നമുക്ക് അതും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പെടലേക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും എന്നെ കുറിച്ച് പറഞ്ഞത് അല്ലേ, അതൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞത്. പക്ഷെ അതിൻ്റെ കൂടെ പടം സക്സസ് ആയപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ അമറക് ബ്രന്തോണി ഈ സിനിമ ഇപ്പോൾ കുറേ ആളുകൾ നമ്മളോട് ഇപ്പോൾ നേരിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ. ഈ സിനിമ കഴിഞ്ഞപ്പോഴേക്കും അമറക് ബ്രന്തോണി വിജയിച്ചു. അത് പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അത് അവരുടെ ഒരു ഇതിൽ. പക്ഷേ ഈ സിനിമ ഇക്കയ്ക്ക് മാത്രം അവകാശപ്പെട്ടാണ്. കാരണം വലിയ സ്റ്റാർ കാസ്റ്റിങ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം തന്നെ. ഞങ്ങൾ വന്നത് കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇക്കേനോട് ഇപ്പോൾ പേഴ്സണലായിട്ട് ചോദിക്കട്ടോ, ഞങ്ങൾ വന്ന് കഥ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത്രയും ഔട്ട് ആ കഥയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇക്ക കേട്ടതിന് ശേഷം ഒരുപാട് ഇക്കയുടെ ഒരുപാട് ഞങ്ങൾക്ക് സജഷൻ ഉണ്ടായിരുന്നു. ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഇപ്പം നമ്മൾ പ്രേക്ഷകർ കാണുന്ന രീതിയിലേക്ക് സിനിമ എത്തിയത്. പക്ഷെ ആ കഥയിൽ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചത് എങ്ങനെയാണ്? അതെങ്ങനെ ഇക്ക ധൈര്യം കിട്ടി? അങ്ങനെയല്ല, ആ കഥ അത് അത്യാവശ്യം നല്ല കഥയായിരുന്നല്ലോ. ആ കഥ എന്ന് പറയുന്നത് ഈ കഥ അതിൻ്റെ അകത്തുനിന്ന് വളരെ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ തന്നെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അഡീഷൻസ് ഉള്ളൂ. പക്ഷേ അത് വേറൊരു ലെവല്, ഒരു പക്ക ക്ലാസ് ലെവലിൽ അത് തന്നെ നിങ്ങൾ ചിന്തിച്ച് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്തു വച്ചേക്കുന്നൊരു സാധനം. അതിനകത്ത് ഉള്ള തമാശകളും മുഹൂർത്തങ്ങളും അതങ്ങനെ തന്നെ പറയാനുള്ളൂ. ഇതിൻ്റെ കൂടെ എന്താ പറയുക, നമുക്ക് ഒരു കുറച്ച് മാസ് എലമെൻറ്റ്സ് അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സാധാരണ ഓഡിയൻ എന്നുള്ള നിലയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളൊരു വിശ്വാസം. നമ്മളെല്ലാ സിനിമകളും കാണുന്നതല്ലേ. നമ്മളിപ്പോൾ കുറേ തിയേറ്ററുകളിൽ പോയി എല്ലാ സിനിമകളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കണ്ട സിനിമകളുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾ കഥ പറഞ്ഞതിന് ശേഷം പിന്നെയും കാണുന്ന സിനിമകളിൽ ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണല്ലേ ആ കഥ എന്ന് മനസ്സിൽ ഞാനും വിഷ്ണു കൂടി വന്ന് കഥ പറഞ്ഞ ശേഷം ഇക്ക ആദ്യം ഞങ്ങളോട് അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് രാത്രി ദുബായി പോയി. ദുബായിൽ നിന്ന് വിളിച്ചിക്ക ഇല്ലേ, ദുബായിൽ നിന്ന് വിളിച്ചിട്ടാണല്ലേ പറഞ്ഞത്. അന്നൊക്കെ കൊള്ളടാന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ടായി. പക്ഷെ ഇക്ക പ്രോഗ്രാമിന് വേണ്ടി പോകണമായിരുന്നു. പോയി ദുബായിൽ നിന്ന് ഒരു ഗൾഫ് നമ്പറിൽ നിന്ന് രാത്രി കോൾ വന്നു. അന്ന് അപ്പോഴാണ് ഇക്ക പറയണത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഥ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോണ്ട് ചെയ്യണ്ടെന്ന് ആദ്യം നോക്കും. ഇപ്പോൾ ഏത് കഥയാണെങ്കിലും കേട്ടിട്ട് നമ്മൾ ശരിയാ ഇപ്പോൾ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകും. ഈ കഥ നമ്മളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ക്യാരക്ടേഴ്സും ഇതൊക്കെ നമ്മളിൽ ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം എന്താണ് ജനങ്ങളെ പിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുന്ന കുറേ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ഈ സിനിമ കണ്ടിറങ്ങുന്ന ജനങ്ങളുടെ ഉള്ളിലും ഈ സീൻസൊക്കെ അവരെ ഹോണ്ട് ചെയ്യും എന്ന് ഒരു തോന്നല്. ഇക്ക ഒരു ദിവസത്തിന് ശേഷം വിളിച്ചിട്ട് ഇക്ക ഇത് തന്നെ പറഞ്ഞു. ഈ പറഞ്ഞ ഈ കഥാപാത്രം കിച്ചുവും ദാസപ്പനും ഇക്കൊക്കെ ഓർമ്മയുണ്ട്. അതിലെ കഥാ സന്ദർഭങ്ങൾ നമ്മൾ കുറേ സീനുകളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയാൽ പലതും മറന്നു. പക്ഷെ ഇക്കൊക്കെ ഇന്ന സീനുകളെന്നും പറഞ്ഞ് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ കുറേ സിനിമകൾ കാണുന്നുണ്ട്. സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആ സിനിമയുടെ കഥ വെച്ച് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഞാൻ മറന്നു പോകും. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ രാത്രി സിനിമയും കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് വൈഫ് വയ്ക്കും, ഈ പാരൊക്കെ ഏത് പടത്തിന് പോയതാണ്. അപ്പോൾ പടത്തിൻ്റെ പേര് പോലും ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. ശരിക്കും പടത്തിന് തന്നെയാണ് ഇതൊക്കെ പോയത്. അതേടാ അതെ. അപ്പോൾ സിനിമ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ അത് ചില സിനിമകൾക്കുള്ള കുഴപ്പമാണത്. പക്ഷെ ചില സിനിമകളുടെ സീൻസൊക്കെ നമ്മൾ പിറ്റേ ദിവസമാണെങ്കിലും നമ്മളുടെ മനസ്സിൽ നമ്മൾ പലപ്പോഴും ഫ്രണ്ട്സിൻ്റെ അടുത്ത് അതിനകത്തൊരു ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കഥ പറയാറുണ്ട്. അങ്ങനെ കഥ പറയാൻ നമുക്ക് തോന്നുന്ന സിനിമകൾ തന്നെയാണ് നമ്മളുടെ ഉള്ളിലുണ്ടാവുള്ളൂ. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഓർത്തിരിക്കണമല്ലോ. എന്തോരം സിനിമകളിൽ സീൻസ് ഓർത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ പല പടങ്ങളുടെയും നമുക്ക് അതുപോലെ ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് പോയ കഥകൾ, ഇപ്പോൾ ആദ്യം അമറക് ബ്രന്തോണിയാണെങ്കിലും ഈ പടമാണെങ്കിലും അതിലെ മുഹൂർത്തങ്ങളൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നത് പോലെ പ്രേക്ഷകർ ഓർത്തിരിപ്പുണ്ട്. ഇപ്പോൾ ഈ സിനിമ നമ്മളുടെ 2 പടം കണ്ട് ആൾക്കാരും പലപ്പോഴും നമ്മൾ അതിന് ഉദാഹരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് വീണ്ടും പലപ്പോഴും നമ്മൾ കാണുമ്പോൾ അമറക് ബ്രന്തോണിയിലെ മറ്റേ പ്രതികാര സീനും ഈ നമ്മുടെ കട്ടപ്പനയിലെ
പപ്സ് എടുത്തുകൊണ്ട് പോകുന്ന സീനും ഊഞ്ഞാലിന്റെ സീനും ഊഞ്ഞാലിന്റെ സീനും ഒക്കെ റിപ്പീറ്റ് ചെയ്ത ആൾക്കാർ നമ്മളോട് പറയും. സീന് വേറൊരു ഗുണമുണ്ട് ഇക്ക വെച്ച ഫ്രെയിമില്ലേ അതിൽ തന്നെ ചിരിയുണ്ട്, ശ്രദ്ധിച്ചേക്കാം. അല്ല അതങ്ങനെ ഷൂട്ട് ചെയ്ത തന്നെ ചിരിയുണ്ട്. അതങ്ങനെ ഷൂട്ട് ചെയ്താലാണ് അത് കോമഡി വർക്കൗട്ട് ആവുക. അതിനകത്ത് ശരിക്കും അതിനകത്ത് ഉള്ള ഗുണം വെച്ചാൽ ധർമ്മജനും ഒരുപാട് നമുക്ക് സഹകരിച്ചു. കാരണം ഈ ഊഞ്ഞാല് ഈ ഫ്രെയിമിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാനത് സ്റ്റോപ്പ് ബ്ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും ഊഞ്ഞാല് വരുത്താൻ പറ്റും. കാരണം അത്രയും ഹൈറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് ആള് ചാടാനായിട്ട് സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യില്ല. കാരണം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് തിരിച്ച് ബാക്കിലേക്ക് നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഔട്ട് പോകുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ ചാടിക്കളയണം. അത് സാധാരണ എല്ലാവരും റിസ്ക് എടുക്കില്ല. ധർമ്മൻ അത് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് കാണിച്ചതിൻ്റെ പേരിലാണ് അത് ചാടിയിട്ട് വീണ്ടും ആ ഊഞ്ഞാല് അവിടെ വന്നത് കറക്റ്റ് ടൈമിന്. ആർട്ടില് വിജു ചേട്ടൻ അവരൊക്കെ കൂടി താഴെ നിന്ന് പിടിച്ച് എന്ത് സംഭവിച്ചെന്ന് നമ്മൾ അറിയില്ല. അതെ, പക്ഷെ ആ ഫ്രെയിമിൽ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഇത് ആർട്ടിസ്റ്റും ബാക്കി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിൽ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരോടും സഹകരിച്ചിട്ടുണ്ട്. കാരണം ആ വീണ സ്ഥലത്ത് നമുക്കറിയാം നല്ല കുറ്റിയും കുപ്പിച്ചിലും കിടക്കുന്ന സ്ഥലമാണ്. എന്നാൽ പോലും അതെല്ലാം കറക്റ്റായിട്ട് അത് അങ്ങനെ ആർട്ടിസ്റ്റ് സഹകരിച്ചതിൻ്റെ പേരിലും ബാക്കി ടെക്നീഷ്യൻസ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ പിന്നെ അതല്ലാതെ വേറെ വിധത്തിൽ ചെയ്ത്, പക്ഷേ എന്താണെങ്കിലും ആ വിഷ്വൽ അങ്ങനെ തന്നെ വരുള്ളൂ. ആ വിഷ്വൽ അങ്ങനെ തന്നെ ടെക്നിക്കലി ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ബ്ലോക്ക് ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും ആ ഊഞ്ഞാൽ വിടേണ്ടി വരും, അത് മാച്ച് ചെയ്യേണ്ടി വരും. ഇത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതിൻ്റെ ഒരു യാതൊരു ഗിമിക്സും ഇല്ലാണ്ട് അതിൻ്റെ ഒരു ഫ്രെയിമിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് എൻ്റെ ടൈമിങ്. അത് ഇക്കക്ക് ഇപ്പേ ഷാർട്ടിങ് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രിയിൽ ഒരു ടോക്ക് ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു റൈറ്ററെ ഇക്ക ആദ്യത്തേൽ വെച്ചു, ഇനി അടുത്ത പടത്തിൽ അടുത്ത റൈറ്ററാണ് നായകനാക്കണം എന്നൊക്കെ ഇക്കക്ക് ഷാർട്ട് ചെയ്യും. അത് ശരിയല്ല എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു. ശരിയാണോ? പിന്നെ വെച്ചിട്ട് അടുത്ത പടം ചെയ്യാൻ പോണെന്നും പറഞ്ഞ് അങ്ങനെ ഒരു കിംവദന്തി പരക്കുന്നുണ്ട്. അപ്പൊ അതാണ് അല്ലടാ, അങ്ങനെ അതൊരിക്കലും നമ്മൾ ഏതായാലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിന്റെ ഒരു ആഗ്രഹം പ്രമാണിച്ച് നമ്മളത് വേണ്ടാന്ന് വെക്കാം. അതാണ് അതിൻ്റെ അല്ലേ. കാരണം അവൻ തന്നെ പറഞ്ഞു അത് തെറ്റാണെന്ന് അവൻ തന്നെ പറഞ്ഞു അല്ലേ. അതങ്ങനെ ഒരു ശാഠ്യമാണ്, അങ്ങനെ ഒരു അതിന് അതിലേക്ക് ചില ശാഠ്യങ്ങൾ നല്ലതാണ്. വേണ്ട, അത് എല്ലാവരും പറയാം. ചാട്ടിയും പിടിച്ചു തുടങ്ങി. അല്ല, പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. നിങ്ങൾ രണ്ടുപേരോട് റൈറ്റേഴ്സ് ഒരു കഥ കൊണ്ടുവന്ന് തന്ന് അത് വേറൊരു ആർട്ടിസ്റ്റിൻ്റെ മനസ്സിൽ കണ്ടുവിട്ട് കൊണ്ടുവന്ന കഥ അത് ഞാൻ പറഞ്ഞ് നീ ഹീറോ എന്ന് പറഞ്ഞ് അതിന് ഇവൻ മനസ്സോട് സമ്മതിച്ച് അതൊക്കെ ഓക്കെ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവന് വേദന ഉണ്ടായിരുന്നെങ്കിലും സാറില്ല, എന്നാലും നീ ഹീറോ ആയി. അതൊക്കെ ശരിക്കും വിചാരിക്കട്ടോ. ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ഈ വേദിയിലില്ലേ, സത്യം പറഞ്ഞ ആകെയുള്ള സന്തോഷം അതാ. എന്താണെന്നറിയാമോ, ഇക്ക എന്നോട് ചോദിക്കൂലല്ലോ. എല്ലാ ഇൻ്റർവ്യൂവിലും എല്ലാ ഇതിലും എവിടെ ചെന്നാലും ഏത് പ്രോഗ്രാമിനും ആൾക്കാരെ കാണുമ്പോഴൊക്കെ ചോദിക്കുമ്പോൾ കൂട്ടുകാരന് ഇതായല്ല നിരാശയുണ്ടോ. നീ ഇപ്പോഴല്ലേ കേട്ടിട്ടുള്ളൂ ആ ദിലീപ് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ ഹീറോ ആയതിനു ശേഷം ഞാൻ ആ കൊല്ലം തൊട്ട് കേൾക്കാൻ തുടങ്ങിയത്. നീ ഇപ്പോഴല്ലേ കേട്ടുള്ളൂ. ഇപ്പം ഞാൻ ഡയറക്റ്റ് ആയതിനു ശേഷമാണ് ആ ചോദ്യം നിർത്തിയിട്ടുള്ളൂ. എത്ര കൊല്ലം. അപ്പം നീ ഇത് കേൾക്ക്, കുറച്ചുകൂടെ കേൾക്ക്. നാദിഷിക്കൊക്കെ അറിയാല്ല. നാദിഷിക്ക അന്ന് അവിടെ വെച്ച് പറഞ്ഞ് വിഷ്ണു ആണ് ഹീറോ എന്ന് പറഞ്ഞപ്പോൾ ചാടിക്കേറി ആദ്യം അത് ഓക്കെയാണ് ഇവൻ ഓക്കെയാണെന്ന് പറഞ്ഞ് ചാടിക്കേറി പറഞ്ഞ ആളല്ലേ ഞാൻ. നീയാണ് അല്ലേ? അതിൻ്റെ നിന്റെ കുറ്റബോധവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വെള്ളം കുടിക്കട്ടെ, നീ ചോദിക്കടാ. പിന്നീട് അതാണ് അത് നമ്മള് ഇല്ല, അത് ഷോക്ക് വെച്ചതായിരുന്നു. ഷോക്ക് വേണ്ടി വെച്ചായിരുന്നു. നീ അതെടുത്ത് നല്ല താരങ്ങളിലും കുടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല.